ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ നിളമോളുടെ അരികില് നിളമോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവരെല്ലാവരും ഓടി എത്തുന്നുണ്ട്. അമ്മയായാലും ചേച്ചിമാരായാലും ഓടി വരികയാണ്. പിന്നെ വിനീതുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ വരുന്ന കാണുമ്പോൾ എന്താ എൻ്റെ മോൾക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ച് വിഷമിക്കുകയാണ്. അപ്പൊ ഡോക്ടർ അരികിലുണ്ട്, അതുപോലെ തന്നെ സിസ്റ്ററും. അപ്പൊ സിസ്റ്റർ പറയുകയാണ്, അല്ല ഇത്രയും പേര് ഇവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, അയ്യോ നിളമോൾക്ക് പേടിയാവും ഒറ്റയ്ക്ക്. അപ്പൊ എന്ന് പറയുമ്പോൾ അപ്പൊ അമ്മ നിന്നോട്ടെ, ആരെങ്കിലും ഒരാൾ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ അമ്മ നിന്നോ എന്ന് കാവേരി പറയുക ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ മോൾക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും കുറച്ച് ടെസ്റ്റിന് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് പറയാമെന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷം അവരെയൊക്കെ പുറത്താക്കുകയാണ്. അപ്പോൾ അതിന് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഡോക്ടറും നഴ്സും കൂടി പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് അവിടെ ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചറോട് നമ്മുടെ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ ടീച്ചറെ ശരിക്കും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ മോളെ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്, അവള് സ്കൂളിൽ എത്തുന്നേരം വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അറിയാലോ അവളാണല്ലോ പ്രയർ ചൊല്ലുന്നത്. അപ്പോൾ പ്രയർ ചൊല്ലാൻ മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോൾ അവിടെ നിന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു മോളെ. ബോധം നഷ്ടപ്പെട്ടിട്ട് പ്രിൻസിപ്പൾ അടക്കം എല്ലാവരും പേടിച്ചു. അപ്പം തന്നെ അവിടുത്തെ സ്കൂൾ വാനിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നെ മോൾക്ക് ബോധം തെളിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരെല്ലാവരും സ്കൂളിലേക്ക് തിരികെ പോയത് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർ വരുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, അത് എന്ത് പറ്റി ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇതിനു മുമ്പ് ഇതുപോലെ തലകറക്കം മറ്റോ നിളയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗയാണ് ഇല്ല എന്ന് പറയുന്നത്. ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്കി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയുകയാണ്, ഉണ്ട് വന്നിട്ടുണ്ട്. അന്ന് സുജാതമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് കുളിക്കാൻ പുഴയിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് തലകറങ്ങി വീണത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ടീച്ചർ പറയുന്നുണ്ട്, സ്കൂളിലൊന്നും വെച്ചിട്ട് തല കറങ്ങിയിട്ടില്ല കേട്ടോ എന്ന് പറയുകയാണ്. അപ്പൊ അന്ന് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നിട്ടോ അപ്പോൾ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റിന് മറ്റോ എഴുതിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവരങ്ങനെ ഓർത്തു പോവുകയാണ്. അപ്പൊ ആ സമയത്ത് ഡോക്ടർ അവളെ നോക്കിയിട്ട്, ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, പക്ഷെ 1-2 ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്, അത് ഒന്ന് ചെയ്തോട്ടെ, വെറുതെ ഒരു സംശയം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ കുറിപ്പ് കൊടുക്കുന്നതും കാവേരി ഓർക്കുകയാണ്. അപ്പൊ എന്നിട്ട് നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. ഇല്ല ഡോക്ടർ, അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായി, വേറെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഈ ടെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്നറിയാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ നിളയ്ക്ക് ജന്മനാ തന്നെ ഹൃദ്രോഗം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഉറപ്പാക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പ്രസവിച്ച സമയത്ത് ഡോക്ടർമാരൊന്നും നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം പ്രസവിച്ച സമയത്ത് ആരൊക്കെയുണ്ട്, അവരോട് എന്തായാലും ഡോക്ടർ പറയാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അറിയില്ല, അമ്മയ്ക്ക് എന്തായാലും അറിയില്ലെന്നാണ് പറഞ്ഞത് എന്ന് ഡോക്ടർ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നീള അറിഞ്ഞോ ഡോക്ടർ ഈ ഒരു കാര്യം? ഇല്ല, ആ കുട്ടി അറിയണ്ട എന്തായാലും ഇത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നതാണ്. എന്നിട്ട് ഡോക്ടർ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ആ ടെസ്റ്റിനുള്ള ഇങ്ങനെ കാര്യങ്ങൾ ലിസ്റ്റൊക്കെ കൊടുക്കുകയാണ്. ഇതും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാവേരി അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് അവിടെ നിന്നും പോകുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, കാവേരി പൈസയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അക്കൗണ്ടിൽ കുറച്ച് കാണും ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് ഗംഗ നമ്മുടെ വീട്ടിലോട്ട് അച്ചമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ യമുന കോളേജ് വിട്ട് വരികയാണ്. അങ്ങനെ കോളേജ് വിട്ട്, അമ്മയെ നല്ല വിശപ്പുണ്ട്, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, എന്തെങ്കിലും എടുത്തു വെച്ച് എന്ന് പറഞ്ഞിട്ട് വേഗം അച്ചമ്മയുടെ അരികിൽ ചെന്നിരിക്കുക. അച്ചമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾ തൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുകയാണ്, മോളെ അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ എന്ത് പറ്റി? അപ്പോൾ നിളയ്ക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് തലകറങ്ങിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അയ്യോ നിളക്കുട്ടിക്ക് എന്താ പറ്റിയെന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ, അവരാരും വിളിച്ചില്ല അച്ഛമ്മ. ഇല്ലടി, ആരും വിളിച്ചില്ല, ഞാൻ വിളിക്കുമ്പോൾ വിളിക്കുക അച്ഛമ്മ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ സമയം തന്നെയാണ് ഗംഗ വിളിക്കുന്നത്. അപ്പോൾ ഗംഗ വിളിക്കുമ്പോൾ നമ്മുടെ യമുന അത് സ്പീക്കറിൽ ഇടുകയാണ് ഫോണ്. അച്ഛമ്മ സംസാരിക്കുക. അച്ഛമ്മേ, അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീള പ്രസവിക്കുന്ന സമയത്ത് അച്ഛമ്മ ഉണ്ടായിരുന്നില്ലേ അമ്മയുടെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്തെങ്കിലും അച്ഛമ്മയോട് പറഞ്ഞിരുന്നു? അപ്പം ഇല്ല, പറഞ്ഞില്ല. എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. നിളയ്ക്ക് എന്തെങ്കിലും വയ്യായിക വല്ല കാര്യങ്ങളുണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നാമത് ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടേ ഇല്ല. പ്രസവ വേദന തുടങ്ങിയതിന് ശേഷമാണ് അവളെ ഇവിടെ കൊണ്ടുപോയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്തു. ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ട് പോലും ഇല്ല എന്നിങ്ങനെ അച്ഛമ്മ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ തന്നെയല്ല, നിങ്ങളുടെ അച്ഛൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ അച്ഛനോട് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യത. തന്നെയല്ല, ഡോക്ടർ റൂമിൽ നിന്നും പുറത്തിറങ്ങിയ
അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നി. അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും മറുപടി പറഞ്ഞതുമില്ല എന്നിങ്ങനെ അച്ഛമ്മ പറയുകയാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു കാണുമല്ലേ എന്ന്. അപ്പം എന്താ നീ പറയുന്നതെന്ന്, നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, നിളമോൾക്ക് എന്തോ ഹൃദയ സംബന്ധമായിട്ട് എന്തോ രോഗമുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് ജന്മനാലുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, പലപ്പോഴായിട്ട് അവന് വിളിക്കണ സമയത്ത് എപ്പോൾ വിളിക്കുമ്പോഴും ചോദിക്കാറുണ്ട് നിളമോളുടെ കാര്യം. പിന്നെ തന്നെയല്ല, പ്രത്യേക ഒരു കെയർ നിളയ്ക്ക് കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അവളെ മഞ്ഞത്തും മഴയത്തും വെയിലത്തും ഒന്നും അധികം കളിക്കാൻ വിടരുത് എന്ന് പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞു ഓർമ്മപ്പെടുത്താറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യമുനയ്ക്ക് ഭയങ്കര സങ്കടമാവാണ്. യമുന എന്തായാലും അവിടെ നിന്ന് അപ്പം ശരി അച്ഛമ്മ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. യമുന അവിടെ നിന്നും പോവുകയാണ്. നീ എവിടേക്കാണ് മോളെ പോകുന്നത്? ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് റോട്ടിലൂടെ. അപ്പോൾ ആ സമയത്താണ് അവിടേക്ക് നിവിൻ വണ്ടിയിലുമായി വരുന്നത്. അപ്പോൾ നീ എന്തൊക്കെ അറിയുന്നത്? അപ്പോൾ അവനോട് വിവരങ്ങൾ പറയുകയാണ്. എന്നിട്ട് എന്നോട് അറിയിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് യമുന കയറി വണ്ടിയിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളങ്ങനെ പോകുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേര് എത്തുകയാണ്. വേഗം തന്നെ യമുന ഓടിച്ചെന്ന് അമ്മയുടെ അരികിൽ അമ്മ എന്താ പറ്റിയത് നിളമോൾക്ക് എന്ന് പറയുമ്പോൾ അറിയില്ല മോളെ എന്തോ. അപ്പം അവൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൂടി സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ കാവേരി പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അവൻ വരുന്നുണ്ട്, നിവിൻ വരികയാണ്. അപ്പോൾ കാവേരി ആണെങ്കിൽ സിസ്റ്ററുടെ കയ്യിൽ നിന്നും ടെസ്റ്റ് ചെയ്യാനുള്ള മരുന്നും മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലിസ്റ്റുമായിട്ട് വരികയാണ്. അപ്പോൾ നിവിൻ കാവേരി എന്ന് വിളിക്കുന്നുണ്ട്. നിവിൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തന്നെയല്ല, നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് നിവിനോട് കാവേരി മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം എന്താ നീ എന്നോട് മിണ്ടാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മിണ്ടാത്തതെന്നോ, നിവിൻ്റെ കല്യാണം ഉറപ്പിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു. എല്ലാവരും, ഞാൻ ഒഴികെ എല്ലാവരും പറഞ്ഞു. അപ്പം നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ എന്നോട് പറയാഞ്ഞത്? പിന്നെ എന്നോട് ചേച്ചിയാണ് പറഞ്ഞത്, ഗംഗേച്ചിയാണ് പറഞ്ഞത് ഈ ഒരു കാര്യമെന്ന് പറഞ്ഞ് നമ്മുടെ കാവേരി നിവിനോട് ചൂടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ അവരോട് ഉറപ്പിക്കുകയാണ് നമ്മുടെ നിളമോൾക്ക് ഹൃദ്രോഗമുണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. തന്നെയല്ല, ആദ്യമേ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, അതിന് ഇത്തിരി പൈസ ചിലവുണ്ട്, 10 ലക്ഷം രൂപയെങ്കിലും ആകും ഓപ്പറേഷൻ എന്ന് ഡോക്ടർ അവരോട് അറിയിക്കുകയും ചെയ്യുകയാണ്. അതൊക്കെ കേട്ട് അവർക്ക് സങ്കടം വരുന്നുണ്ട്. എന്തായാലും നിവിനെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയാണ്, ഹോസ്പിറ്റലിൽ നിന്നും അടിച്ചിറക്കുന്നുണ്ട്. അതെന്തായാലും നമ്മുടെ യമുന അറിയുന്നുമില്ല. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെയും പ്രൊമോയായിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.